നമസ്കാരം. മുൻ മന്ത്രിയും CPM നേതാവുമായ ജി സുധാകരൻ പിണറായിക്ക് കൊടുത്ത അടി അത് ഒരു ഒന്നൊന്നര അടി തന്നെയാണ്. അത് തിരിച്ചറിവിലേക്കുള്ള അടിയാണെങ്കിൽ നല്ലത് എന്ന് മാത്രമേ പറയാനാകൂ. മറന്നുപോയ പല കാര്യങ്ങളും ജി സുധാകരൻ തന്റെ പ്രസംഗത്തിലൂടെ അന്ധരായി പോയ പാർട്ടി നേതൃത്വത്തെയും അണികളെയും ഓർമ്മപ്പെടുത്താനുള്ള ശ്രമം കൂടി നടത്തിയിരിക്കുകയാണ്. നവകേരള സദസ്സിന്റെ ഭാഗമായി DYFI പ്രവർത്തകർ നടത്തിയ തോന്നിയവാസത്തെ വിപ്ലവം എന്ന സാമാന്യവൽക്കരിച്ച നേതൃത്വത്തെ ഇരുകരണത്തും അടിച്ചിരിക്കുകയാണ് എന്ന് പറയാതെ പറ്റില്ല. എന്തായാലും സദസ്സ് കഴിഞ്ഞപാടെ CPM-ൽ അടിപൊട്ടി തുടങ്ങി. താമസിയാതെ ഇത് പടരാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ അടിച്ചിട്ട് വിപ്ലവമാണെന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് CPM നേതാവും മുൻ മന്ത്രിയുമായ സുധാകരൻ പൊട്ടിച്ച വെടി. നവകേരള സദസ്സിലുടനീളം പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകരെ DYFI-ക്കാരും CPM പ്രവർത്തകരും ക്രൂരമായി മർദ്ദിച്ചതിനെതിരെയായിരുന്നു സുധാകരന്റെ വിമർശനം. പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല ജയിക്കുന്നതെന്നും നിഷ്പക്ഷരായ വോട്ടർമാരുടെയും മറ്റ് പാർട്ടിക്കാരുടെയും സ്വീകാര്യത കൊണ്ടാണെന്നും അതില്ലെങ്കിൽ എങ്ങനെ നിയമസഭയിൽ ജയിക്കുമെന്നും സുധാകരൻ നേതൃത്വത്തിന് നേരെ ചോദിക്കുന്നു. പൂയപ്പള്ളി തങ്കപ്പൻ രചിച്ച സരസകവി മുല്ലൂർ S. പത്മനാഭ പണിക്കർ കവിതയിലെ പോരാട്ട വീര്യം എന്ന പുസ്തക പ്രകാശന ചടങ്ങിലാണ് ആരെയും പേരെടുത്ത് പറയാതെ അദ്ദേഹം രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടത്. കുറച്ചുപേർ മാത്രം കെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ? അങ്ങനെ പാർട്ടി വളരുമെന്നാണ് ചിലർ കരുതുന്നത്. അത് തെറ്റാണ്. അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് സ്വീകാര്യരാകുന്നില്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ ജയിക്കും? മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ? കണ്ണൂരിൽ എവിടെയെങ്കിലും സംഭവിച്ചേക്കും, ആലപ്പുഴയിൽ എങ്ങുമില്ല. മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യനാകണം. അങ്ങനെയാണ് പ്രസ്ഥാനം വളരുന്നത്. പിണറായിയും MV ഗോവിന്ദനും അടങ്ങുന്ന കണ്ണൂർ നേതാക്കൾക്കെതിരെയാണ് സുധാകരൻ മർമ്മം നോക്കി ആഞ്ഞടിച്ചത്. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉയർന്നിട്ടും മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ന്യായീകരിക്കുകയായിരുന്നു. പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായില്ല. കോടതി ഇടപെട്ടതോടെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഷൂ എറിഞ്ഞവർക്കെതിരെ കൊലക്കുറ്റം ചുമത്താൻ പോലീസ് ആവേശം കാണിക്കുകയും കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടാവുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പോലീസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന കണ്ണൂർ നേതാക്കളുടെ ശൈലിക്കെതിരെ കൂടിയാണ് സുധാകരൻ പൊട്ടിത്തെറിച്ചത്. 20 കൊല്ലം മുമ്പ് EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P. ശശിയെയാണ് പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. 2 പതിറ്റാണ്ട് മുമ്പുള്ള അതേ മാനസികാവസ്ഥയിലാണ് ശശി ഇപ്പോഴും പോലീസിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് മൈക്കിനെതിരെ പോലും കേസെടുത്ത സംഭവം ഉണ്ടായത്. ഇത്തരം കാര്യങ്ങൾ CPM-ലെ പല നേതാക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിയിൽ മാത്രം കേന്ദ്രീകരിച്ച കാര്യങ്ങൾ നീങ്ങുന്നതിനാൽ മറ്റ് നേതാക്കൾക്ക് ഇടപെടുന്നതിന് പരിധിയുണ്ട്. മാത്രമല്ല, എതിർപ്പുള്ള നേതാക്കളിൽ പലരും മറ്റ് പല കുരുക്കുകളിലും പെട്ടിട്ടുമുണ്ട്. അപ്പോഴൊക്കെ മുഖ്യമന്ത്രി കണ്ണടയ്ക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് വിഴുങ്ങാനോ ഛർദിക്കാനോ പറ്റാത്ത സ്ഥിതിയിലാണ് പലരും. ജി സുധാകരന്റെ കയ്യിൽ അഴിമതിയുടെ കറയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. ഉള്ള കാര്യം ആരുടെയും മുഖത്ത് നോക്കി പറയും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെതിരെ സുധാകരൻ പരസ്യമായി പറഞ്ഞിട്ടും പിണറായി വിജയനടക്കം ആരും പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. തട്ടിപ്പ് നടന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ബാങ്കിന്റെ ചുമതലക്കാരനായ കണ്ണൻ ജനങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കണം. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. അല്ലാതെ ED-ക്കെതിരെ തിരിഞ്ഞിട്ട് കാര്യമില്ലെന്നായിരുന്നു അന്നത്തെ വിമർശനം. കേന്ദ്ര ഏജൻസിയായ ED ഭരണഘടനാ ഉപകരണമാണ്. അവർക്ക് ഇടപെടാൻ അധികാരമുണ്ട്. അവരുമായി സഹകരിച്ച വസ്തുതകൾ ബോധ്യപ്പെടുത്തണം. ഏത് കൊലകൊമ്പനായാലും തെറ്റു ചെയ്താൽ നടപടിയെടുക്കണമെന്നായിരുന്നു അദ്ദേഹം സ്വീകരിച്ച നിലപാട്. ആലപ്പുഴയിലെ പാർട്ടിയിലെ പുഴുക്കുത്തുകൾക്കെതിരെയും തുറന്നടിച്ചിരുന്നു. അതിന് എളമരം കരീം അടക്കം പിന്തുണ നൽകിയിരുന്നെന്നും ചൂണ്ടിക്കാട്ടി.
സുധാകരൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി ഇടപെട്ടാണ് അവിടെ സലാമിനെ MLA ആക്കിയത്. വിജയിച്ച ശേഷം ചിലർ സുധാകരനെതിരെ പരാതി നൽകി. തുടർന്ന് എടമരം കരീമിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ താൻ പറഞ്ഞ ഒരു വരി പോലും രേഖപ്പെടുത്തിയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. അതിനെതിരെ കരീമോ പാർട്ടി നേതൃത്വമോ മിണ്ടിയില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രായാധിക്യം കാരണം കഴിഞ്ഞ തവണ സുധാകരന് പാർട്ടി സീറ്റ് നൽകിയില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന പദവി ഉൾപ്പെടെ അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. ജില്ലയിൽ പലരും തനിക്കെതിരെ നീക്കം നടത്തുന്നതിലും പാർട്ടിയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും സുധാകരന് കടുത്ത അതൃപ്തിയുണ്ട്. ഭരണ നേതൃത്വത്തോടുള്ള അഭിപ്രായ ഭിന്നത അദ്ദേഹം പരസ്യമായി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് കാണിക്കുന്ന നന്ദികേടിനെ കുറിച്ച്. പൊതുമരാമത്ത് വകുപ്പിലെ പല പദ്ധതികളും മുൻ മന്ത്രിയായിരുന്ന സുധാകരൻ തുടങ്ങി പാതിയാക്കിയതാണ്. അതിന്റെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും റിയാസ് നടത്തിയിരുന്നതുമില്ല. നന്ദി.